ആകെ പേടിയാവുന്ന ആന്റണി. ഇതേവരെ നോട്ടവും അർത്ഥം വെച്ചുള്ള വർത്താനമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ഇതിപ്പോ ആദ്യമാണ്. വഴങ്ങിയില്ലേൽ കൊന്നുകളയെന്നുള്ള മട്ടില്ല. കെട്ടിച്ചിടുന്നതിന് മുമ്പ് എല്ലാ ആയുധങ്ങളും എടുത്ത് നോക്കായിരിക്കും എന്നാ എനിക്കും തോന്നിയത്. സോളമനിച്ചാൻ ഇതറിഞ്ഞാൽ ആകെ അപ്സെറ്റ് ആവും. അറിയിക്കണ്ട. എന്തിനാ വെറുതെ? അറിയിക്കണ്ട. നിങ്ങൾ പറഞ്ഞാൽ എല്ലാം അന്നേരം അറിയിച്ചോണെന്നാ എനിക്ക് പുള്ളിയുടെ ഇൻസ്ട്രക്ഷൻ. എനിക്ക് പുള്ളി പറയും പോലെ ചെയ്യാൻ നോക്കൂ. എന്താടാ ഇതിപ്പോ തീരെ നനച്ചിരിക്കാതെ? മമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. പിണങ്ങിയിരിക്കില്ലയോ? ഓ പിണക്കം നേരത്തെ അറിയിച്ചിട്ട് വന്നാലേ പിണങ്ങാൻ റെഡി ആയിട്ട് മുഖവും വീർപ്പിച്ചു കെട്ടിയിരുന്ന് കളഞ്ഞാലോ? പോടാ. സോഫിയയുടെ മമ്മിയായിട്ട് ഏതായാലും ഇന്ന് ഞാൻ സംസാരിക്കും. പിന്നെ എന്റെ മമ്മയാണ്. റീത്തമ്മാവിക്ക് ഞങ്ങളെ ആരെയും കണ്ടൂടാ. ഹേയ്, അങ്ങനൊന്നുമില്ല. അതൊരു ജനറൽ മൂഡെന്നല്ലാതെ സോഫിയോട് പ്രത്യേകിച്ച് മമ്മയ്ക്ക് വിരോധമൊന്നുമില്ല. എന്തോ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ പറഞ്ഞു മാറ്റിയെടുത്തോളാം. ആരും സമ്മതിക്കുന്നില്ലെന്ന് കണ്ടാലേ ഞാനങ്ങ് പൊക്കിക്കൊണ്ടുപോകും. പൊക്കിക്കൊണ്ടു പോവോ? ആ. എങ്ങനെ? ഒരു പാതിരേക്ക് മുറ്റത്ത് ബൈക്ക് കൊണ്ട് നിർത്തി ഹോൺ അടിക്കും. ഇറങ്ങി വരണം. ആദ്യത്തെ ഹോൺ ഇറങ്ങി വന്നോണം. വന്നില്ലേ ഒരു ഹോൺ അടിക്കും. അതിനും വന്നില്ലേ? അതിനും വന്നില്ലേ നേരെ വന്ന് വാതിൽ ചവിട്ടി പൊളിച്ചങ്ങ് കയറും. എന്നിട്ട് പൊക്കി എടുത്ത് ബൈക്കേ വെച്ചങ്ങ് വിടും. അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരേണ്ടത് ബൈക്കല്ല, ആ ടാങ്കർ ലോറിയാ. അതിൽ നമ്മൾ രണ്ടുപേരും കൂടെ പോണതായിട്ട് എപ്പോഴും ഞാൻ സ്വപ്നം കാണും. സത്യത്തിൽ ഇക്കാര്യം പറഞ്ഞുറപ്പിക്കാൻ വേണ്ടിട്ടാ ഇത്തവണ ഞാൻ ഈ ട്രിപ്പ് വെച്ച തന്നെ. എല്ലാം അറിഞ്ഞുകൊണ്ട് വേറൊരാൾ വരികയില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ പുള്ളി ഇപ്പോ മറ്റേ കെട്ട് നടത്തിക്കാൻ ധൃതി കൂട്ടുന്നത്. അത് വേണമെന്നില്ല. വക്കച്ചന്റെ പ്രപ്പോസലിനേക്കാൾ ബെറ്റർ പ്രപ്പോസലാണ് എന്റേതെന്ന് മമ്മിക്ക് തോന്നലുണ്ടെങ്കിൽ അക്കാര്യം അങ്ങ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ മതി. സോഫിയെ കൊണ്ട് ഞാൻ പറയിച്ചോളാം. മോന്റെ വീട്ടുകാര്? മമ്മയുടെ കാര്യമല്ലേ, അത് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് എന്റെ മോൾക്ക് ഒരിക്കലും ഭാഗ്യമുണ്ടാവില്ലെന്നായിരുന്നു. ഇന്ന് വരെ മോൻ എന്നോട് ഇക്കാര്യം പറയുന്നവരെ. അവരേതോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, അങ്ങേര് റെയിൽവേ ജോലി ചെയ്യുന്നു. ഇത്ര നമ്മൾ നോക്കിയാൽ മതി. അയാള് വെള്ളമായിരിക്കും, അതിന് നമുക്കെന്താ? അതിനൊന്നുമില്ലേ? ഇല്ല, ഞാൻ കിട്ടുന്ന അങ്ങേരല്ല അവരെയല്ല, ആ പെണ്ണെ. എന്റെ കൂടെ ഏത് കാട്ടിലോ മലയിലോ എവിടെ വേണേ വരാൻ അവള് തയ്യാറുവാ. പിന്നെ ഇനി എന്താ നോക്കണ്ടേ? നാണമാവുന്നില്ലേ നിനക്ക് ഇങ്ങനെ ഒരു അയൽവക്കം നമ്മുടെ ബന്ധുക്കളാണെന്ന് പറയാൻ? നിന്റെ ഡാഡിക്ക് ചുറ്റുപാടിലുണ്ടായിരുന്ന റെസ്പെക്ട് ഒന്ന് ഓർത്തിരുന്ന് നീ ഇങ്ങനെയൊക്കെ ആലോചിക്കുമോ? അയൽവക്കം അവരെപ്പോ വേണേലും അങ്ങ് ട്രാൻസ്ഫർ ആയി പോവില്ലേ? വേണേ റെയിൽവേ മിനിസ്ട്രിയിൽ ചെറിയൊരു കൊളുത്തു കൊളുത്തി നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് പൈലോക്കാരനെ വല്ല നാഗർകോവിലോ മീനാക്ഷിപുരത്തോ ഒക്കെ അടിച്ചു കാണിച്ചു തരാം. ചുമ്മാ ഇരി സോളമ. ബന്ധമായാൽ പിന്നെ അത് ബന്ധം തന്നെയാ. ആവട്ടും അമ്മ. എനിക്കിപ്പോ 3 ലക്ഷമോ 4 ലക്ഷമോ സ്ത്രീധനം കിട്ടിയിട്ട് ഒന്നും ആവാനില്ല. ഉണ്ടോ? മമ്മയ്ക്കോ അത് കിട്ടിയിട്ട് ഇപ്പൊ അത്യാവശ്യമൊന്നുമില്ല. ഇല്ലല്ലോ. എനിക്കിവിടെ നിന്റെ 1 ലക്ഷവും വേണ്ട. ഇനി എന്തിനാ അങ്ങോട്ട് മാമ കൊണ്ടുപോകാനോ? ആകെയുള്ള ഒരു മോൻ. ഇത് വല്ലോ നടന്ന് എന്റെ വീട്ടുകാരുടെ നിന്റെ ചാച്ചന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ. മമ്മ, നല്ലതാന്ന് എനിക്കൂടെ തോന്നിയിരുന്നേൽ അതിലേതെങ്കിലും ഒരെണ്ണം അങ്ങ് നടന്നേനല്ലോ. എനിക്കിതാ നല്ലതായിട്ട് തോന്നുന്നു. സത്യമായിട്ടും മമ്മ ഇത് നടത്തി ചേരണം. ഇത് നടന്നില്ലേ മമ്മയ്ക്ക് മോന്റെ വേറൊരു മാരേജ് കാണാൻ പറ്റൂല. ഉറപ്പായിട്ടും ഞാൻ പപ്പയ്ക്ക് വാക്ക് കൊടുത്തു പോയതാ.